രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടില്ല. രണ്ടുമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സംഘപ്രചാരകനായിരുന്നു. ആ സമയത്ത് അവിടെ പോയി അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യും, ഇവിടെ പോയി ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് താല്പര്യമുണ്ടായിട്ട് അങ്ങനെ ചെയ്തതല്ല. ആദ്യം പ്രചാരകനായിരുന്നൊരു 57-67 വരെ പ്രചാരകനായിട്ട് പല സ്ഥലങ്ങളിലും പ്രവർത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈ കോയമ്പത്തൂർ ഓട്ടീസിൽ വെച്ചാണെന്ന് തോന്നുന്നു ഒരു പ്രചാരകനെയും കൂടെ ജനസംഘത്തിന് കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യം പരമേശ്വർജി അവിടെ വെച്ചു. ആ സമയത്ത് ഈ BMS-ലേക്ക് ഒരു പ്രചാരകനെ കൊടുക്കണം, ജനസംഘത്തിന് ഒരു പ്രചാരകനെ കൊടുക്കണം എന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. ജനസംഘത്തിലേക്ക് എന്നെ അല്ല നിശ്ചയിച്ചത്, ജനസംഘത്തിലേക്ക് നിശ്ചയിച്ച് വേണുവേട്ടനെയാണ്. BMS-ലേക്ക് എന്നെ നിശ്ചയിച്ചു. ഒരു തമാശയായിട്ടുള്ളൊരു കാര്യം പറയാം. പണ്ട് ഞാൻ ചങ്ങനാശ്ശേരിയിൽ പ്രചാരകമായിട്ട് പോകുന്ന സമയത്ത് അവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ തെക്കാണ് ചെങ്ങന്നൂർ. ചെങ്ങന്നൂർ ആലപ്പുഴയുടെ ഭാഗമാണ്. ചെങ്ങന്നൂരിൻ്റെ ഇപ്പുറത്തുള്ള തിരുവല്ല പത്തനംതിട്ടയുടെ ഭാഗമാണ്. അപ്പോൾ ചെങ്ങന്നൂരിൽ യാദവരാജയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നമ്മുടെ ഒരു സ്വയംസേവൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഹരിയേട്ടനാണ് അന്ന് നമ്മുടെ ഈ ദക്ഷിണ കേരളത്തിൻ്റെ പ്രചാരകൻ. അദ്ദേഹം പറഞ്ഞു, യാദവരാജ ഇവിടെയുണ്ട്, ഇവിടെ വന്ന് നമുക്ക് കുറച്ച് സമയം പ്രചാരകന്മാർക്കൊക്കെ ഒരുമിച്ചിരിക്കാമെന്ന് പറഞ്ഞിട്ട് കോട്ടയം ജില്ലയിലെ പ്രചാരകന്മാരും ഞാനുമൊക്കെ അവിടെ പോയി യാദവരാജയുടെ അടുക്ക് പോയി ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ യാദവരാജി അങ്ങനെ തമാശയായിട്ടാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു ചോദ്യം എല്ലാവരുടെ മുമ്പിലിട്ടു, നിങ്ങളൊക്കെ പ്രചാരകന്മാരാണ്, വേറെ ഒരു പണിയില്ല ചെയ്യാൻ. ഇപ്പോൾ ഹിന്ദുരാഷ്ട്രം യഥാർത്ഥമായെന്ന് വിചാരിക്കൂ, സംഘത്തിൻ്റെ ആവശ്യമില്ല. ഹിന്ദുരാഷ്ട്രം പരിപൂർണമായില്ലേ, പ്രചാരകന്മാരൊന്നും ആവശ്യമില്ല. ഇനി മുഴുവൻ നമ്മുടെ സങ്കല്പത്തിലുള്ള ഹിന്ദുരാഷ്ട്രം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനൊന്നുമില്ല. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ? വെറുതെ ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ച് ഒരു ചോദ്യം എല്ലാവരോടും ചോദിച്ചു. ആരാ മറുപടി പറയാൻ പറഞ്ഞു? യാദവരാജ് മറുപടി പറഞ്ഞു, ഞാൻ ഏതെങ്കിലും ഒരു ഹോട്ടലിലോ ചായക്കടയിലോ ജോലിക്കാരനായിട്ട് കയറും. വലിയ ജോലിയൊന്നും വേണ്ട, ഭക്ഷണം വിതരണം ചെയ്യാനോ അത് കഴിഞ്ഞിട്ട് ഇല എടുത്ത് കളഞ്ഞ് മേശ തുടയ്ക്കാനൊക്കെ ഉള്ള പണി മതി. അതാണെന്ന് വെച്ചാൽ വലിയ പണിയൊന്നുമില്ല, ഇഷ്ടം പോലെ തിന്നാൻ കിട്ടും. അവിടെയുള്ള എല്ലാ സാധനങ്ങളും മിക്കവാറും വൈകുന്നേരം മിച്ചമാകുന്നത് മുഴുവനും പിറ്റേ ദിവസം ഉപയോഗിക്കാൻ കൊള്ളില്ലല്ലോ. അതൊക്കെ അവിടെ ജോലിക്കാർ തിന്ന് തീർക്കുകയാണ് ചെയ്യുക. അപ്പോൾ തീറ്റയ്ക്ക് യാതൊരു വിഷമവും ഇല്ല, പണിയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാത്തതാണ്. ഇതാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ ഇതാ ചെയ്യാൻ പോകുന്നത്, നിങ്ങളതൊക്കെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് പറഞ്ഞു. എന്നോട് ചോദിച്ചു എന്തായിരുന്നു. അപ്പം ഞാനെന്താ പറഞ്ഞു, ഞാനൊരു പത്രലേഖകനാവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതാണെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ആരെക്കുറിച്ചോ എഴുതാമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് ഒരു ഓർമ്മയുള്ള അന്നത്തെ കാര്യം. ഏതായാലും കോഴിക്കോട് അഖിലേന്ത്യാ സമ്മേളനം കഴിഞ്ഞപ്പോൾ എന്നുള്ള തീരുമാനം വന്നു. അത് പിന്നെയും കുറേ കാലം നടക്കാതെ പോയി. അത് കഴിഞ്ഞ് ദത്താത്രേയ റാവു മുൻകൈ എടുത്തിട്ട് അദ്ദേഹം കമ്പനി രജിസ്റ്റർ ചെയ്യുകയും ആ കമ്പനിയുടെ ഷെയർ പിരിക്കാനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അത് പരമേശ്വർജി പറഞ്ഞതനുസരിച്ച് ചെയ്തതാണ്. അതിന് സംഘത്തിൻ്റെ സമ്മതം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പ്രചാരകൻ തന്നെയാണ്. അങ്ങനെ ഏതാണ്ടൊരു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് അപ്പോൾ അടിയന്തരാവസ്ഥ വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പാണ് ഇത് സംഗതി നടക്കുന്നത്. അതിനിടയിൽ ഒരു ദിവസം ഇതിപ്പം ഈ പ്രചാരകനാണ്, അതുകൊണ്ട് ഏത് ജോലി ജനസംഘം എന്നെ ഏൽപ്പിച്ചാലും അത് സംഘത്തിൻ്റെ ഒരു അനുവാദം വേണമല്ലോ. സംഘത്തിൻ്റെ ഒരു അനുവാദം എന്നല്ല പറയുക, സംഘവും കൂടെ അറിഞ്ഞുകൊണ്ട് വേണമല്ലോ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഈ പത്രം നടക്കണം, അത് വേണം, നടത്താനായിട്ടുള്ള ഒരു തീരുമാനമെടുക്കണം. അപ്പോൾ തീരുമാനമെടുക്കാൻ ആയിട്ട് ഒരവസരത്തിൽ എറണാകുളത്ത് ഇവിടെ സുന്ദർ സിംഗ് ഭണ്ഡാരി വന്നിരുന്നു, ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി. പരമേശ്വർജി ഉണ്ടായിരുന്നു അവിടെ, ഭാസ്കർറാവ് ഉണ്ടായിരുന്നു, ഹരിയേട്ടൻ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഒരുമിച്ചിരിക്കുന്ന സമയത്താണ് ഈ പത്രത്തിനെക്കുറിച്ചുള്ള ചർച്ച അവിടെ വന്നു. അങ്ങനെ അവിടെ ഗുണഭട്ട എന്ന് പറഞ്ഞൊരു എറണാകുളത്തെ ഏറ്റവും പഴയ സ്വയംസേവകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞങ്ങളെല്ലാവരും കൂടിയിരുന്നത്. അവിടെ കൂടിയിരിക്കുന്ന സമയത്ത് ആ മീറ്റിങ്ങിൽ വെച്ച് ഇങ്ങനെ നമ്മൾ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനമെടുത്തു. ഈ ഇവരെല്ലാം സംഘത്തിൻ്റെ ജനസംഘത്തിൻ്റെ ആൾക്കാരെ കൂടി തീരുമാനമെടുത്തു. എന്നിട്ട് ആ പ്രാന്തസംഘാലൊക്കെ ഉണ്ടായിരുന്നു അനന്തേട്ടൻ അവിടെ, ഇങ്ങനെ പത്രം ആരംഭിക്കണം. അങ്ങനെയാണ് തീരുമാനമായത്. അല്ലാതെ വേറെ താല്പര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ അതിനു മുമ്പ് പ്രചാരകമായിരുന്ന സമയത്തും ഒക്കെ കേസരിയിൽ ഓരോ അവസരങ്ങളിൽ ലേഖനം എഴുതാറുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ അന്ന് ഈ സാധുശീലൻ സാറും പിന്നെ MA സാറൊന്നും വന്നിട്ടില്ല അവിടെ. സാധുശീലൻ പരമേശ്വരൻ പിള്ളയായിരുന്നു, പിന്നെ CP രാമേന്ദ്രൻ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരുമായിരുന്നു ആ കാലത്തെ എഡിറ്റർമാർ. പിന്നെ കുറേ കാലം വേണുവേട്ടനുണ്ടായിരുന്നു തോന്നുന്നു. എന്താ പറയുക, ഒരു പേജ് നിറയാനായിട്ട് ഒരു ലേഖനം കൂടെ വേണം, അത് എഴുതാമോ എന്ന് ചോദിക്കുകയാണ്. അതെ, അതിലൊരു തമാശ, നമ്മുടെ അടിയോടി വക്കീലിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്, തലശ്ശേരിയിലെ. അടിയോടി വക്കീൽ അന്ന് സംഘത്തിന് ഔദ്യോഗിക ചുമതലയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ അവിടുത്തെ ഒരു
അനൗദ്യോഗികമായിട്ടുള്ള സംഘചാലകമാണ് തലശ്ശേരിയിൽ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പഴയ മാസികകൾ പലതും ഉണ്ട്. പഴയ മാസികകൾ 1930-കളിലെയൊക്കെ. അന്ന് ആ മാസികകൾ പഴയത് അങ്ങനെ അട്ടിയിട്ട് വച്ചിരുന്ന് ഓരോന്നെടുത്ത് ഇങ്ങനെ നോക്കുമായിരുന്നു എന്തൊക്കെയാണ് ഇതെന്ന്. അപ്പോൾ അതിലൊരെണ്ണത്തിൽ ഡോക്ടറേറ്റ് ഗോറെക്കുറിച്ചൊരു ലേഖനം കണ്ടു. അത് 1940-ലാണ് ഡോക്ടർജി മരിച്ചു കഴിഞ്ഞ അടുത്തതിൽ. അതിൽ ഡോക്ടർജിയുടെ കൽക്കത്തയിലെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ നല്ലൊരു ലേഖനം വന്നു. അത് ഞാൻ വിവർത്തനം ചെയ്ത് കേസരിക്ക് അയച്ചു കൊടുത്തു. കേസരി അത് വലിയ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തു. അതുമുതലാണ് കേസരിയിൽ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ എഴുതണം എന്ന് സാഹുചര്യൻ സാർ എന്നോട് അറിയിച്ചു. ഇങ്ങനെ ഇത്രയൊക്കെ നന്നായിട്ട് എഴുതാൻ കഴിയുമല്ലോ, അപ്പോൾ ഇനി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് തുടങ്ങിയത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ മണത്തല സംഭവത്തെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയാണ് ആദ്യം എഴുതുന്നത്. ശരിയാണത്. പിന്നെ കേസരി വല്ല ന്യൂസും ഒക്കെ എഴുതാറുണ്ടായിരുന്നു. ശാഖ പരിപാടികൾ നടന്നതിൻ്റെയോ വിജയദശമിയുടെയോ മറ്റേ ഈ ഗോഹത്യ നിരോധന പ്രസ്ഥാനത്തിൻ്റെയോ ഒക്കെ. പിന്നെ അതേപോലെ ഒരു ലേഖനം വന്നു. അത് നെഹ്റുവിനെ കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്ത്, അത് 1936-37 ആ കാലത്താണത്. കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്ത് 39-ലാണ് തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് ഈ മോഡേൺ റിവ്യൂവിൽ തന്നെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. അത് ദ പ്രസിഡൻ്റ് എന്നാണ് ആ ലേഖനത്തിൻ്റെ പേര്. അത് നെഹ്റുവിൻ്റെ സ്വഭാവം, പെരുമാറ്റം, ബാക്കിയുള്ളവരോടുള്ള സമീപനം, ഇതിനെല്ലാം കഠിനമായിട്ട് വിമർശിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമാണ്. ഈ മനുഷ്യൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഗുണം പിടിക്കില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ധൈര്യത്തിലുള്ളത്. അത് ചിത്രഗുപ്ത എന്ന് മറ്റുമാണ് ആ പേര് കൊടുത്തിട്ടുള്ളത്. അത് പ്രസിദ്ധീകരിച്ചു. കേസരി വലിയ കാര്യമായിട്ട് അത് പ്രസിദ്ധീകരിച്ചു. പക്ഷേ ആ ലേഖനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നെഹ്റു തന്നെയാണ് അത് ചെയ്തത്. ചിത്രഗുപ്ത എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു നെഹ്റുവിൻ്റെ ഒരു ആത്മവിമർശനമായിരുന്നു ആ ലേഖനം എന്ന് പറഞ്ഞത്. അത് പിന്നീട് പലരും എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. ഇങ്ങനെ രണ്ടെണ്ണമാണ് ഒരു സീരിയസ് ആയിട്ടുള്ള ഇത് ഞാൻ കേസരിയിൽ ആ സമയത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ ചെയ്തിട്ടുള്ളത് ബാലപംക്തിയിൽ കുട്ടികളുടെ ഡോക്ടറേജ് എന്ന് പറഞ്ഞൊരു 10 ലേഖനങ്ങൾ എഴുതിയിരുന്നു, 10 എപ്പിസോഡുകൾ. അപ്പോൾ അന്നത് പറഞ്ഞു കേട്ടിരുന്നു അതൊരു ചെറിയ പുസ്തകമാക്കാം, ബാലഗോകുലത്തിനൊക്കെ കണ്ടിട്ടൊക്കെ ഉപയോഗിക്കാം. ബാലഗോകുലത്തിൽ തന്നെ പങ്ക്തിയിലാണത് വന്നതെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെയാണ് എഴുതി തുടങ്ങിയത്. പിന്നെ സീരിയസ് ആയിട്ടുള്ളത് ചില അവസരങ്ങളിലൊക്കെ എഴുതേണ്ടി വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. പരമപൂജനീയ ഗുരുജി പണ്ട് ഒരു ബൈഠക്കിൽ വെച്ച് പറഞ്ഞു, ഈ ഏത് പ്രസ്ഥാനത്തിനും 4 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ഇഗ്നറൻസ്, അതിനെക്കുറിച്ച് ആരും അറിയില്ല. രണ്ടാമത് ചെറിയ ഈ അതിനെക്കുറിച്ച് ഒരു അറിവുണ്ട്, പക്ഷെ കൂടുതൽ വിവരങ്ങളൊന്നുമില്ല. മൂന്നാമത്തേത് ഓപ്പോസിഷനാണ്, അതിനോട് എതിർപ്പാണ്. നാലാമത്തേത് അക്സെപ്റ്റൻസാണ്, അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള അക്സെപ്റ്റൻസിൻ്റെ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ സംഘം എത്തിയിരിക്കുന്നത്. കാരണം ആർക്കും സംഘത്തിനെ അംഗീകരിക്കാതെ സ്വീകരിച്ചോളണമെന്നില്ല. പക്ഷേ അവഗണനയുടെയും എതിർപ്പിൻ്റെയും കാലം കഴിഞ്ഞു. ചിലരിപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ആ എതിർപ്പായിട്ട് അവർക്ക് പോലും തോന്നിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എതിർക്കുന്നവർക്ക് പോലും. അക്സെപ്റ്റൻസാണ് ഇപ്പോൾ പൊതുവെ എല്ലാവരും സംഘത്തിനെ സ്വീകരിക്കാൻ തയ്യാറാണ്. പരസ്യമായിട്ട് സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിലും സംഘത്തിൻ്റെ സഹായം വേണം എന്നുള്ള ആഗ്രഹം, ആ ഒരു മോഹം മിക്കവാറും ആളുകൾക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഇന്നത്തെ അവസ്ഥ സംഘത്തിൻ്റെ. അത് ഗുരുജി അത് ആദ്യം പറഞ്ഞ് കേൾക്കുന്ന സമയത്ത് ഓപ്പോസിഷൻ്റെ കാലമായിരുന്നു. സംഘത്തിനെതിരായിരുന്നു അന്ന് എല്ലാവരും. ഗവൺമെൻറ്റെതിരെ, മറ്റ് രാഷ്ട്രീയ കക്ഷികളെതിരെ, പൊതുജനങ്ങളെതിരെ, പത്രങ്ങളെതിരെ, അങ്ങനെയുള്ളൊരു ഘട്ടമായിരുന്നു. ഇന്ന് ആ എതിർപ്പിൻ്റെ മൂർച്ച കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ചില ആളുകൾ വഴിപാട് പോലെ എതിർക്കുന്നുമുണ്ട്. എന്നാലും സംഘത്തിനെ അവഗണിക്കാനാവാത്ത നിലയിൽ അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറായി, അല്ലെങ്കിൽ അംഗീകരിക്കാൻ എല്ലാവരും നിർബന്ധിതരായി എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ. അത് നമ്മുടെ ഭാരതത്തിലെ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ പോലും സംഘത്തിനെ അംഗീകരിച്ചേ പറ്റൂ എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് സംഘം എത്തി. അതാണ് അതിനെപ്പറ്റി പറയാറുള്ളത്.